Hi all, welcome to Shadow Broadcasting Free Path IAS. I am Riddha Raj. Let's continue with the previous classes. നമ്മൾ ഇന്നലെ സൈലന്റ് ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്? നമ്മൾ 2-3 ടോപ്പിക്സ് പോയായിരുന്നു. ഏതൊക്കെയാണ്? വൺ ഈസ് ഡോൺ ഫ്രം വേരിയസ് സോഴ്സസ്, ദെൻ പ്രൊവിഷൻസ് ഫോർ അമെൻമെൻറ്റ്സ്, ദെൻ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ് അല്ലേ? അടുത്ത വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് റോൾ ഓഫ് കൺവെൻഷൻസ്. കൺവെൻഷൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കൂട്ടം കൂടുന്ന സമ്മേളനം കൺവെൻഷൻ അല്ല. ദിസ് ഈസ് ഓൾസോ കാൾഡ് പാർലമെൻ്ററി കൺവെൻഷൻ. പാർലമെൻ്ററി കൺവെൻഷൻസ്. സോ കൺവെൻഷൻ്റെ ഡിക്ഷണറി മീനിങ് ആണ് ട്രഡീഷണൽ മാനർ ഓഫ് ഡൂയിങ് സംതിങ്. അപ്പോൾ എന്തായിരിക്കാം പാർലമെൻ്ററി കൺവെൻഷൻ? നമ്മൾ മലയാളത്തിൽ തന്നെ പാർലമെൻ്ററി കീഴ്വഴക്കം എന്നാണ് പറയുന്നത്. സോ എന്താണ് കീഴ്വഴക്കം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, നമ്മുടെ നിയമങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സോ ഇന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഭരണഘടനയോ നമ്മുടെ പാർലമെൻ്ററി നിയമങ്ങളോ വ്യക്തമായിട്ട് പറയാത്ത സാഹചര്യങ്ങളിൽ, എന്നാൽ നമുക്ക് ഗവേണൻസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ സാധ്യമാണോ? അതും സാധ്യമല്ല. അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോയേ മതിയാകും. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നില്ല, നിയമങ്ങളും വ്യക്തമായിട്ട് പറയുന്നില്ല അല്ലേ? അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ട്രഡീഷണലി എന്തോ ഒരു മെക്കാനിസം ചെയ്യുന്നു. വൈ? ഫോർ ദി ഗവേണൻസ്. ദാറ്റ് മെക്കാനിസം ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻസ്. സോ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഭരണഘടന വ്യക്തമായിട്ട് പറയാത്ത സാഹചര്യങ്ങളിൽ, ഭരണഘടനയും പാർലമെൻ്ററി നിയമങ്ങളോ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയാത്ത സാഹചര്യങ്ങളിൽ കുറേ വർഷങ്ങളായിട്ട് ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ചെയ്തു പോകുന്ന രീതി ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്? നമുക്കറിയാം എങ്ങനെയാണ്. ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടന്നതിന് ശേഷം നമ്മൾ 543 MP തിരഞ്ഞെടുത്ത് വിട്ടതിന് ശേഷം ലോക്സഭയ്ക്കകത്ത് ഏത് പാർട്ടിക്കാണോ അല്ലെങ്കിൽ ഏത് കൊയിലീഷൻ ഓഫ് പാർട്ടിക്കാണോ, വാട്ട് ഈസ് മീൻ ബൈ കൊയിലേഷൻ? കൊയിലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടികൾ ചേർന്ന് ഫോം ചെയ്യുന്ന ഭരണ സംവിധാനത്തിൻ്റെ പേരാണെന്ത്? കൊയിലേഷൻ. For example, party A plus party B plus party C, we call it as a coalition government. So the thing is that ലോക്സഭയ്ക്ക് ഇലക്ഷൻ നടന്നതിന് ശേഷം ഏത് ഒറ്റ പാർട്ടിക്കാണോ, ഏത് സഖ്യകക്ഷികൾ ചേർന്നിട്ടുള്ള പാർട്ടിക്കാണോ ഏറ്റവും കൂടുതൽ MP സപ്പോർട്ടുള്ളത്, അതിൻ്റെ അർത്ഥം 543 മെജോറിറ്റിയായ 272 MP സപ്പോർട്ട് ലോക്സഭയിൽ ആർക്കുണ്ടോ മീൻസ് ഏത് പാർട്ടിക്കോ ഏത് സഖ്യകക്ഷികൾ ചേർന്ന പാർട്ടിക്കോ ഉണ്ട് എങ്കിൽ അതിൻ്റെ ലീഡറെയാണ് പൊതുവെ നമ്മൾ ആരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? PM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ കറണ്ട്ലി ലോക്സഭ നോക്കുകയാണെങ്കിലോ, നമ്മുടെ BJP പാർട്ടിയും അതുപോലെ തന്നെ TDP തെലുഗുദേശം പാർട്ടിയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നത്? കറണ്ട്ലി മെജോറിറ്റി കിട്ടിയിരിക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് വൈ ആ സഖ്യകക്ഷികളുടെ നേതാവായ നരേന്ദ്രമോദി ബിക്കം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് ആര് PM ആയി മാറുന്നത്? ഒരു വ്യക്തി PM ആയി മാറുന്നത് അല്ലേ? എന്നാൽ ഇങ്ങനെ ഒരാളെ PM ആക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല. PM അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടന ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതെന്താണ്? ദ ഭരണഘടന സേസ് ദാറ്റ് ദി പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രധാനമന്ത്രിനെ രാഷ്ട്രപതി അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ ഭരണഘടന പറയുന്നുള്ളൂ. ആരെ എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ഏത് സാഹചര്യത്തിലെന്ന് ഗൈഡ് ലൈൻസും വ്യക്തമായിട്ട് ആര് പറയുന്നില്ല? നമ്മുടെ ഭരണഘടന പറയുന്നില്ല. മനസ്സിലായോ? ഏതായാലും നമുക്ക് PM അപ്പോയിൻറ്റ് ചെയ്തിരിക്കാൻ സാധ്യമാണോ? അതിന് സാധ്യത. കാരണം എന്താണ്? PM നമുക്ക് വേണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? കുറേ വർഷങ്ങളായിട്ട് ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രപതി എന്ത് ചെയ്യും? ലോക്സഭയിൽ ഏത് പാർട്ടിക്ക് മെജോറിറ്റി ഉണ്ടോ എന്ന് നോക്കും.
ഒറ്റ പാർട്ടി ആകാം, കോalition പാർട്ടി ആകാം. അതിൻ്റെ ലീഡറെ പിടിച്ച് എന്തായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതായിരിക്കും? PM ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതായിരിക്കും. എന്തിൻ്റെ ഭാഗമായിട്ട്? ഒരു പാർലമെൻ്ററി കൺവെൻഷൻ്റെ ഭാഗമായിട്ട്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻസ്. ഭരണഘടന ഇന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയാത്ത സാഹചര്യങ്ങളിൽ, അത്തരമൊരവസ്ഥയിൽ, എന്നാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ടോ കുറേ പതിറ്റാണ്ടുകളായിട്ടോ എന്തോ ഒരു രീതി നമ്മൾ ചെയ്ത് ഫോളോ ചെയ്യുന്നു. ആ ചെയ്യുന്ന രീതിനെ വി കോൾ ഇറ്റ് ആസ് പാർലമെൻ്ററി കൺവെൻഷൻസ്. എക്സാമ്പിൾ, ആരെ പ്രധാനമന്ത്രിയാക്കി അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഭരണഘടന ഒറ്റക്കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിനെ രാഷ്ട്രപതി അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഭരണഘടന നേരിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആരെ, എപ്പോൾ, എങ്ങനെയെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ലോക്സഭയ്ക്കകത്ത് ഏത് പാർട്ടിക്കാണ് മെജോറിറ്റി സപ്പോർട്ടുള്ളത് അതിന് ലീഡറെ പിടിച്ച് ആര് പ്രധാനമന്ത്രിയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും? രാഷ്ട്രപതി PM ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻസ്. ഐ വിൽ ഗിവ് വൺ മോർ എക്സാമ്പിൾ. Have you heard the term no confidence motion? No confidence motion. മലയാളത്തിൽ നമ്മളതിനെ അവിശ്വാസ പ്രമേയം എന്ന് പറയും. വാട്ട് ഈസ് അവിശ്വാസ പ്രമേയം? എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? സർക്കാരിന് ഭൂരിപക്ഷം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്ന പ്രമേയമാണെന്ത്? അവിശ്വാസ പ്രമേയം. സർക്കാരിന് ആരോടോ എന്തിനോടാണ് വിശ്വാസം വേണ്ടത്? അല്ലെങ്കിൽ ആരാണ് സർക്കാരിനെ വിശ്വസിക്കേണ്ടത്? നത്തിങ് ബട്ട് സേ ടേക്ക് ദി കേസ് ഓഫ് കേരള എക്സാമ്പിൾ. കേരളത്തിൽ 140 MLA അല്ലേ? അങ്ങനെയാണെങ്കിൽ 140 MLA സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ എത്ര MLA സപ്പോർട്ട് വേണം? 140ൻ്റെ മെജോറിറ്റിയായ 71 MLA എന്ത് വേണം? സപ്പോർട്ട്, അല്ലെങ്കിൽ വി ഓൾസോ കോൾ ഇറ്റ് ആസ് വിശ്വാസം വേണം അല്ലേ? സോ കേരളത്തിൽ നമ്മുടെ ശ്രീ പിണറായി വിജയന് 71 MLA പ്ലസ് സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഹി കണ്ടിന്യൂസ് ആസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് 71 MLA സപ്പോർട്ടോ വിശ്വാസമോ ഉണ്ട്. അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ എന്താണ്? MLA വിശ്വാസം പരിശോധിക്കുന്ന പ്രമേയമാണെന്ത്? അവിശ്വാസ പ്രമേയം. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിനെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? വിശ്വാസം കുറയുമ്പോൾ മെജോറിറ്റി കുറയുമ്പോൾ രാജിവെക്കുന്നതായിരിക്കും. ദിസ് മീൻസ് ഒരു അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിൻ്റെ അർത്ഥം എന്താണ്? സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ടു, സർക്കാരിനുള്ള സപ്പോർട്ട് MLA പിൻവലിച്ചു എന്നാണ് എൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തുടരാൻ സാധ്യമാണോ? സാധ്യമല്ല. അപ്പം എന്ത് ചെയ്യും? സർക്കാർ രാജിവെക്കും അല്ലേ? എന്നാൽ അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ സർക്കാർ രാജിവെക്കണം എന്ന് ഭരണഘടന എവിടെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു പാർലമെൻ്ററി കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു പാർലമെൻ്ററി കൺവെൻഷൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ സബ്മിറ്റിംഗ് റെസിഗ്നേഷൻ. അതുപോലെ തന്നെയാണ് ലോക്സഭയ്ക്കകത്ത് അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിലും പ്രധാനമന്ത്രിയോ മന്ത്രിസഭ രാജിവെക്കണമെന്ന് ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി എന്നായിരിക്കും മന്ത്രിസഭയുടെ രാജി സമർപ്പിക്കുന്നതായിരിക്കും. ദിസ് ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻ. ഐ വിൽ ഗിവ് വൺ മോർ എക്സാമ്പിൾ. സേ ഇപ്പോൾ കേന്ദ്ര ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ആരായിരിക്കും? ധനകാര്യമന്ത്രിയായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും കാണുന്നതാണ്. ധനകാര്യമന്ത്രി പ്രസൻസ് ദി ബജറ്റ്. എന്നാൽ ധനകാര്യമന്ത്രി തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു പാർലമെൻ്ററി കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടും ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻസ്. So convention is nothing but the traditional manner of doing something which is not clearly or explicitly stated in the constitution or any written laws. പാർലമെൻ്ററി നിയമങ്ങളിലോ ഭരണഘടനാ പ്രൊവിഷനകത്തോ വ്യക്തമായിട്ടും പറയാത്ത കാര്യങ്ങളെ ഗവർണൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് എന്തോ ചെയ്തു പോകുന്ന രീതി ഓർ മെക്കാനിസം, ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി കൺവെൻഷൻസ്. ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.
ഇതാണ് പാർലമെൻ്ററി കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഫൈൻ. അടുത്ത ഒരു പ്രൊവിഷനാണ് മിക്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരിക്കാം മിക്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി? നമ്മൾ ഫ്ലെക്സിബിൾ എന്താണെന്നൊക്കെ എവിടെയാണ് കേട്ടത്? റിഗാർഡിങ് അമെൻഡിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഒരു ഭരണഘടന അമെൻഡ് ചെയ്യാൻ ഈസി ആണെങ്കിൽ അതെന്തായിരിക്കും? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഒരു ഭരണഘടന അമെൻഡ് ചെയ്യാൻ മെക്കാനിസം ടഫ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മളതിനെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ വാട്ട് ക്യാൻ ബി ദി മീനിങ് ഓഫ് മിക്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തല്ല? കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിളുമല്ല, കംപ്ലീറ്റ്ലി എന്തുമല്ല? റിജിഡുമല്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പല പ്രൊവിഷൻസും മെനി പ്രൊവിഷൻസ് വി ക്യാൻ അമെൻഡ് ഇൻ എ ഫ്ലെക്സിബിൾ മാനർ, എന്നാൽ സം പ്രൊവിഷൻസ് വി ക്യാൻ അമെൻഡ് ഇൻ എ റിജിഡ് മാനർ. എങ്ങനെ? പല പ്രൊവിഷൻസും നമ്മുടെ പാർലമെൻറ്റിന് മാത്രം ഏകപക്ഷീയമായി അമെൻഡ് ചെയ്യാൻ സാധ്യമാണ്. എന്നാൽ ചില പ്രൊവിഷൻസ് നമ്മൾ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ആർക്ക് അയച്ചു കൊടുക്കണം? ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ അമേരിക്കയുടെ കേസ് പറഞ്ഞില്ലായിരുന്നു? അമേരിക്കയിലെ 50 സ്റ്റേറ്റ്സും അയച്ചു കൊടുക്കണം. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ചില പ്രൊവിഷൻസ് മാത്രം എന്ത് ചെയ്യണം? ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന് അയച്ചു കൊടുക്കണം. അമേരിക്കയിലെ കേസ് എന്താണ്? 50 സംസ്ഥാനങ്ങളിൽ മിനിമം 4ൽ 3 സ്റ്റേറ്റ്സെങ്കിലും അതിനെ പാസ്സാക്കിയിരിക്കണം. ഇന്ത്യയുടെ കണ്ടീഷൻ എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഇതിലെ പകുതിയോളം സ്റ്റേറ്റ്സ് മസ്റ്റ് അപ്രൂവ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യയിൽ ഇന്ന് 28 സംസ്ഥാനം ഉണ്ടെങ്കിൽ മിനിമം 14 സംസ്ഥാനങ്ങളെങ്കിലും അവരുടെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഇത് പാസ്സാക്കുകയാണെങ്കിൽ മാത്രം എന്താവുന്നുള്ളൂ? അത്തരം ഭേദഗതികൾ വാലിഡ് ആവുകയുള്ളൂ. സി, ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ ഭേദഗതിക്കും എന്താവശ്യമില്ല? സ്റ്റേറ്റ് സപ്പോർട്ട് ആവശ്യമില്ല. പല ഭേദഗതിക്കും ആർക്ക് മാത്രം ചെയ്യാവുന്നതാണ്? പാർലമെൻറ്റ് മാത്രം വിചാരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ചില പ്രൊവിഷൻസിന് മാത്രമേ ആരുടെ സപ്പോർട്ട് ആവശ്യം വരുന്നുള്ളൂ? സ്റ്റേറ്റ് സപ്പോർട്ട് ആവശ്യം വരുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ ചില ഭേദഗതികൾ എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് എ ഭേദഗതി വിച്ച് alters the സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന ഒരു ഭേദഗതിയാണ് എങ്കിൽ, അത്തരം ഭേദഗതികൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ഇന്ത്യയിലെ പകുതിയോളം സംസ്ഥാനങ്ങളും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആകാൻ പോകുന്നുള്ളൂ. സി, വി കൻ ഓൾസോ കോൾ ദിസ് ആസ് എ അമെൻമെൻറ്റ് റിഗാർഡിങ് അവർ ഫെഡറൽ സ്ട്രക്ചർ. നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഭേദഗതിയാണെങ്കിൽ, എന്താണ് ഫെഡറൽ സ്ട്രക്ചർ? സെൻട്രലും സ്റ്റേറ്റും അവർ തമ്മിലുള്ള ഡിവിഷൻ ഓഫ് പവേഴ്സ്, ആ ഒരു ഫെഡറൽ സംവിധാനത്തിനെ ബാധിക്കുന്ന ഒരു ഭേദഗതിയാണെങ്കിൽ, അത്തരം ഭേദഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം പകുതിയോളം സംസ്ഥാനങ്ങളും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്താകുന്നുള്ളൂ? അത് വാലിഡ് ആകുന്നുള്ളൂ. അപ്പോൾ ചില ഭേദഗതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കണമെങ്കിൽ ആരുടെ സപ്പോർട്ടും ആവശ്യമാണ്? പകുതിയോളം സംസ്ഥാനങ്ങളുടെ സപ്പോർട്ടെങ്കിലും മിനിമം ആവശ്യമാണ്. എന്നാൽ എല്ലാത്തിനും ആവശ്യമാണോ? ഒരിക്കലുമല്ല. കാരണം എന്താണ്? പല പ്രൊവിഷൻസിനും പാർലമെൻറ്റിന് ഫ്ലെക്സിബിളായിട്ടും ഏകപക്ഷീയമായിട്ട് എന്ത് സാധ്യമാണ്? അമെൻഡ് ചെയ്യാൻ സാധ്യമാണ്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ മിക്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. അപ്പം നമ്മുടെ എല്ലാ പ്രൊവിഷനും എന്തല്ല? UK അമെൻഡ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് സാധ്യമല്ല? അമെൻഡ് ചെയ്യാൻ സാധ്യമല്ല. എല്ലാ പ്രൊവിഷൻസും അമേരിക്ക ചെയ്യുന്നത് പോലെ സ്റ്റേറ്റ് സപ്പോർട്ടോട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പലതും UK ചെയ്യുന്ന പോലെ പാർലമെൻറ്റ് ചെയ്യാൻ സാധ്യമാണ്. എന്നാൽ ചിലത് അമേരിക്ക ചെയ്യുന്ന പോലെ സ്റ്റേറ്റ് സപ്പോർട്ടർ മാത്രം ഇന്ത്യക്ക് ചെയ്യാൻ സാധ്യമാകത്തുള്ളൂ. ദിസ് ഈസ് വാട്ട് മീൻ ബൈ മിക്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആസ് വെൽ ആസ് റിജിഡിറ്റി. ക്ലിയർ? ഓക്കെ, നമുക്ക് തൽക്കാലം ഇപ്പോഴത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലെറ്റ്സ് കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് സെഷൻസ്. താങ്ക് യു ഫോർ ദെൻ. ബൈ.